അടുത്ത ഷോർട്ട് ചാനൽ എഫക്റ്റിന്റെ പേരാണ് ഹോട്ട് കാരിയർ എഫക്ട്സ്. ഹോട്ട് കാരിയർ എഫക്ട്സ് എന്ന് വെച്ചാൽ ഹോട്ട് കാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈ എനർജി കാരിയേഴ്സിനെയാണ് hot carriers എന്ന് ഉദ്ദേശിക്കുന്നത്. The energy is so high that it will pierce into the silicon dioxide. Such carriers are referred to as hot carriers. അതുമൂലം ഉണ്ടാവുന്ന എഫക്റ്റിനെയാണ് ഹോട്ട് കാരിയർ എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. Over the last few decades actually, device dimensions have come down. സൈസ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പവർ സപ്ലൈയും ഓപ്പറേറ്റിംഗ് വോൾട്ടേജസും അത്രയും കുറഞ്ഞിട്ടില്ല. ഇറ്റ് ഹാസ് റിമെയിൻ മോർ ഓർ ലെസ് കോൺസ്റ്റന്റ്. അങ്ങനെ സൈസ് കുറയുകയും വോൾട്ടേജ് ഒട്ടും കുറയാതിരിക്കുകയും ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഭയങ്കര ഹൈ ആയിരിക്കും അല്ലെ. സൈസ് കുറച്ചേ ഉള്ളൂ, ഹൈ വോൾട്ടേജ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് വിൽ ബി വെരി ഹൈ. അങ്ങനെ ഹൈ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് കാരിയേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോൾ വെലോസിറ്റി കൂടുമല്ലോ. വി സോ ദാറ്റ് ഇൻ വെലോസിറ്റി സാച്ചുറേഷൻ അല്ലേ, ഡിസ്കസ്ഡ് ഇറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുമ്പോൾ വെലോസിറ്റി of the carriers will also increase. Velocity will become so high that it will leave the silicon and tunnel into the gate oxide. What is that supposed to mean? ഇതാണ് നമ്മുടെ MOSFET. MOSFETന്റെ ഇതാണ് source end, ഇതാണ് drain end, okay, and this is the base substrate. Okay, this is gate. അപ്പോൾ ഈ ചാനലിൽ കൂടെ പോകുന്ന ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് സോ എനർജറ്റിക്. ദാറ്റ് മീൻസ് ഇറ്റ് പിക്സ് അപ്പ് സോ മച്ച് എനർജി ദാറ്റ് ഇറ്റ് വിൽ, ഇതാണ് സിലിക്കൺ ഡയോക്സൈഡ്, ഇറ്റ് വിൽ ടണൽ ഇൻ ടു ദ സിലിക്കൺ ഡയോക്സൈഡ്. ഇറ്റ് ടണൽസ് ഇൻ ടു ദ സിലിക്കൺ ഡയോക്സൈഡ് ബിക്കോസ് ഇറ്റ് ഹാസ് സച്ച് ഹൈ ഇനഫ് എനർജി. അത്രയും എനർജി ഉള്ളത് കൊണ്ട്. ഈ ഒരു കാരിയറിനെയാണ് ഹോട്ട് കാരിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. So these electrons are trapped in the oxide and that changes the threshold voltage. What happens to the threshold voltage actually? ഒന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാകും. ഇതാണ് നമ്മുടെ ചാനൽ, ഇതാണ് സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, this is silicon dioxide. ഇത് N, P substrate, N, this is source and this is drain and gate. ഇനി നമ്മളിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഹോട്ട് കാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് pick up so much energy that they penetrate into the gate oxide. When they penetrate into the gate oxide, these carriers will become lodged inside the oxide. ഇങ്ങനെ lodged ആകുമ്പോഴത്തേക്ക് എഫക്റ്റീവ്ലി നമ്മൾ ഗേറ്റിന്റെ സൈഡിൽ നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, ഇപ്പം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കുറച്ച് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തു. ആ അട്രാക്ട് ചെയ്ത ഇലക്ട്രോൺസ് ഹൈ എനർജി പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് ആ ഹൈ എനർജി പാർട്ടിക്കിൾസ് സിലിക്കൺ ഡയോക്സൈഡിനകത്തോട്ട് പോയി. ഇറ്റ് വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് ടു ചാനൽ ഫോർമേഷൻ ആൻഡ് therefore some electrons are lost. എഫക്റ്റീവ്ലി ഈ ചെയ്ത പണിക്ക്, അതായത് ഗേറ്റിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ പണിക്ക് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കൂടെ കൂടുതൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്താലല്ല ഈ ചാനൽ ഫോം ആവത്തുള്ളൂ. Isn't it? Which means that ultimately the threshold voltage increases. The threshold voltage of the MOSFET increases. What is the reason for this increase in threshold voltage? Some of the electrons which become hot carriers, that means they pick up so much energy that they penetrate into the silicon dioxide. When they penetrate into the silicon dioxide, they do not participate in the formation of the channel, and hence a greater threshold voltage is resulting. A greater gate voltage is required to form the channel, that is a greater or higher VTH results. Okay. That's what's written here. Electrons trapped in the oxide will change the threshold voltage. Typically, it increases the threshold in case of NMOS. ഇപ്പം നമ്മൾ എപ്പോഴും ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതൊക്കെ NMOSനെ റെഫറൻസ് വെച്ചിട്ടാണ്. PMOSന്റെ കേസ് ആണെങ്കിൽ തിരിച്ചാ വരുവാണ്, ത്രഷോൾഡ് വോൾട്ടേജ് ഒന്നുകൂടെ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹോട്ട് കാരിയർ ഹൈ എനർജി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തുമാത്രം എനർജി ഉണ്ടെങ്കിലാണ് അത് ഹോട്ട് കാരിയർ ആവുന്നത്, ഓർ എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് അത് ഹോട്ട് കാരിയർ ആവുന്നത്. ഇഫ് യു അപ്ലൈ 10 raised to 4 volt per centimeter, that is actually electric field. An electric field of at least 10 raised to 4 volt per centimeter apply ചെയ്യുവാണെങ്കിൽ the carrier becomes hot. Okay. So that's the idea. For a carrier to become hot, an electric field of at least 10 raised to 4 volts per centimeter is necessary. നമ്മളിപ്പോൾ ചാനൽ ലെങ്ത് ഒരു 1 millimeter ഒക്കെ എടുക്കുവാണെങ്കിൽ ഈ കണ്ടീഷൻ ഈസി ആയിട്ട് മീറ്റ് ചെയ്യും. അങ്ങനെ പെട്ടെന്ന് അത് ഒരു
hot carriers like 10 ചെയ്യും. അങ്ങനെ hot carriers ഉണ്ടാകുമ്പോഴത്തേക്ക് threshold voltage കൂടും. Isn't it? That's a natural response. So we can say that hot carrier injection is a phenomenon in SSD or solid state electronic devices where the electron or hole ഏതാണെങ്കിൽ carrier gains enough or sufficient kinetic energy to overcome the potential barrier necessary to break an interface. അപ്പോൾ നമ്മുടെ കേസിൽ എന്ന് വെച്ചാൽ എന്താണ് ഇന്റർഫേസ്? ഗേറ്റില് സെമി കണ്ടക്ടറും സിലിക്കൺ ഡയോക്സൈഡും തമ്മിലുള്ള ഇന്റർഫേസ്. ഈ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ തക്കതായിട്ടുള്ള എനർജി അതിന് അക്വയർ ചെയ്യാം. അങ്ങനെ അക്വയർ ചെയ്യുമ്പോഴാണ് ഹോട്ട് കാരിയർ ഇഞ്ചക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഓവർ ടൈം റിലയബിലിറ്റി പ്രോബ്ലം വരും. റിലയബിലിറ്റി പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ the MOSFET will not work as we expect it to work. സോ ഇറ്റ് ഈതർ ഡീഗ്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസിനെക്കാട്ടിലും കുറഞ്ഞ പെർഫോമൻസേ കിട്ടുന്നുള്ളൂ, ഉദ്ദേശിക്കുന്ന കറണ്ടിനെക്കാട്ടിലും കുറഞ്ഞ കറണ്ടേ കിട്ടുന്നുള്ളൂ. ഇതിനൊക്കെയാണ് ഡീഗ്രേഡ് ചെയ്യാന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് ചിലപ്പോൾ ഫെയിൽ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹോട്ട് കാരിയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഓക്കെ, യു ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ഹാപ്പൻ. അപ്പൊ ഇതിനുള്ള സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ മനസ്സിലാവണമെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം തുടങ്ങിയെന്ന് നോക്കണം. തുടങ്ങിയത് എപ്പോഴാണ്? Electric field was very high, alle. So what you do is you engineer the MOSFET such that drain and source region apply ചെയ്യുന്ന വോൾട്ടേജിൽ പീക്ക് എപ്പോഴും ബൗണ്ടഡ് ആയിരിക്കും. ബൗണ്ടഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു ലിമിറ്റിനെക്കാട്ടിലും, ഇപ്പൊ 5 വോൾട്ട് ആണെങ്കിൽ ആ 5 വോൾട്ടിനെക്കാട്ടിലും മേളിലോട്ട് നമ്മുടെ പീക്ക് പോകാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് കാരണം ഒരു ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ സമ്മതിക്കുന്നില്ല. In such a case, this will never go into hot carriers, right? അപ്പോൾ അതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഹൈ ആവാൻ അലൗ ചെയ്യാതിരിക്കുക. ഓക്കെ, ദിസ് ഗ്രാഫ് ആക്ച്വലി ഡെപിക്ട്സ് ദ എഫക്ട് ഓഫ് ഹോട്ട് കാരിയേഴ്സ് ഓൺ ദ പെർഫോമൻസ് ഓഫ് എ ഡിവൈസ്. നമുക്ക് ഹോട്ട് കാരിയർ ഇഞ്ചക്ഷൻ ഇല്ലാത്തപ്പോൾ ഉള്ളതാണ് ഇത്. ഓക്കെ, സോളിഡ് ലൈൻ ഉള്ളപ്പോൾ ഉള്ളതാണ് താഴെ കാണുന്നത്. അപ്പോൾ എഫക്റ്റീവ്ലി ഫോർ ദ സെയിം വാല്യൂ ഓഫ് VDS നമ്മൾ ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ ഓഫ് VDSന് കിട്ടുന്ന കറണ്ട് ഇത് without hot carrier injection. That is the first point. And the second point is a lower value that is with hot carrier injection. Obviously, the first one or the first point is better. That means higher current for a fixed value of VDS. അതുകൊണ്ട് hot carrier injection is not desirable, obviously. So this is the effect of hot carrier injection on a device, and how this graph actually shows how the performance is degraded. Okay, so that's all for hot carrier injection.